അങ്ങ് തലസ്ഥാനത്ത് നിന്ന് തുടങ്ങിയ ബാലറ്റ് റൈഡർ യാത്ര ഇങ്ങ് കാസർഗോഡ് എത്തി നിൽക്കുകയാണ്. പതിനാറ് ദിവസം കൊണ്ട് 14 ജില്ലകൾ താണ്ടി ഏറ്റവും ഒടുവിലായി ഇവിടെ സപ്തഭാഷാ സംഗമ ഭൂമിയിൽ ചന്ദ്രഗിരി പുഴയുടെ തീരത്ത് വന്നു നിൽക്കുന്നു. അതെ, കാസർഗോഡ് എന്ന് പറഞ്ഞാൽ മലയാളവും കന്നഡയും കൂടാതെ ബ്യാരിയും ഉറുദുവും മറാഠിയും അങ്ങനെ 6-7 ഭാഷകൾ സംസാരിക്കുന്ന നാടാണ്. സംസ്കാരങ്ങളുടെ സംഗമ ഭൂമിയാണ്. ഇവിടുത്തെ രാഷ്ട്രീയം ഒരിക്കലും ഒരൊറ്റക്കൽ ശിലയല്ല. ഏതായാലും കടലും കോട്ടകളുമൊക്കെ കാവൽ നിൽക്കുന്ന ഈ കാസർകോട്ടെ മനുഷ്യരുടെ വോട്ടർമാരുടെ മനസ്സറിയാൻ നമുക്കൊന്ന് നോക്കാം. നോക്കാം. തെരഞ്ഞെടുപ്പ് എല്ലാവരും നല്ലൊരു ഉത്സാഹത്തിൽ തന്നെ ആര് ജയിക്കും എന്നുള്ളതിനെ പറ്റി എല്ലാവർക്കും ഒരു വ്യക്തമായിട്ട് പറയാൻ പറ്റുന്നില്ല. 3 സീറ്റുകളിൽ ഇടതുപക്ഷത്തിന് ഈസി വാക്കാണ്. പുതുമ, കാഞ്ഞങ്ങാട്, പഴയ കാഞ്ഞങ്ങാട്, പിന്നീട് തൃക്കരിപ്പൂർ. മറ്റ് 2 സ്ഥലങ്ങളിലും വല്ലാത്ത പേടിയാണ് ഇപ്പോൾ കോൺഗ്രസിനും BJPക്കും ഉള്ളത്. നല്ല മത്സരമാണ് നടക്കുന്നത്. വിലക്കയറ്റം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. സാധാരണക്കാർക്ക് ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യം. കൃത്യമായിട്ടുള്ള ജനങ്ങളോടൊരു രാഷ്ട്രീയവും വികസനവും സംസാരിക്കാൻ വേണ്ടിയിട്ട് നിലവിലുള്ള പ്രതിപക്ഷത്തിന് കഴിയുന്നില്ല. ഒരു സംശയവും വേണ്ട, വീണ്ടും പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഒരു ഗവൺമെന്റ് തന്നെ വരും. അതിൽ തർക്കമൊന്നുമില്ല. മാറ്റം എന്ന് വെച്ചാൽ നമ്മൾ ഉമ്മൻചാണ്ടി സാർ ഉണ്ടാകുമ്പോൾ 15 ലക്ഷം ആരോഗ്യ ഇൻഷുറൻസ് അത് പിണറായി സർക്കാർ വന്നിട്ട് ക്യാൻസൽ ചെയ്തു. ഇല്ല, ആരോഗ്യ മേഖലകൾ ഇല്ല ഇവിടെ. ഒരു അസുഖങ്ങൾ വന്നാൽ നമുക്ക് പുറം നാട്ടിലേക്ക് മംഗലാപുരം അല്ല കോഴിക്കോടോ തിരുവനന്തപുരത്തോ ഒരു പേഷ്യന്റ്, ക്യാൻസർ പേഷ്യന്റ്, അങ്ങനത്തെ അവസ്ഥയാണ്. വികസനം തീരെയില്ല. ഇൻഷുറൻസ്, ഉമ്മൻചാണ്ടി ഇൻഷുറൻസ് ഒക്കെ പ്രകടന പത്രികയിൽ പറയുന്നുണ്ട്. എങ്ങനെ അത് നടപ്പിലാക്കും അതൊന്നും പറയുന്നില്ല. ഇവര് ഇന്ദിരയുടെ 5 ഗ്യാരണ്ടി എന്ന് പറഞ്ഞിട്ടാണ് ഇലക്ഷൻ ഇറങ്ങുന്നത്. മെയിനായിട്ടാണ് തെരുവ് നായ്ക്കളെ പോലും കൊന്നൊടുക്കാനുള്ള ഒരു സംവിധാനം ഇല്ല. അതെല്ലാം ജനങ്ങൾക്ക് ഭീഷണിയാണ്. അതൊന്നും ഇവിടെ നടന്നിട്ടില്ല. അതിനിടെ കൂടെ നമ്മൾ നടക്കുന്നു, അത്ര നമ്മളൊന്നും ചെയ്യാനില്ല. ആകെ 5 മണ്ഡലങ്ങൾ: മഞ്ചേശ്വരം, ഉദുമ, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, പിന്നെ തൃക്കരിപ്പൂരും. കഴിഞ്ഞ തവണ LDF-ന് 3, UDF-ന് 2. LDF-ന്റെയും UDF-ന്റെയും പരമ്പരാഗത കോട്ട കൂടിയാണ് ഈ ജില്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഈ കോട്ടകളെ അതിശക്തമായി തകർക്കാനുള്ള കഴിവ് അല്ലെങ്കിൽ അതിനുള്ള കൊടുങ്കാറ്റായി മാറാൻ BJPക്ക് കഴിയുന്ന ജില്ല കൂടിയാണ്. ഇതുവരെയും അതിനുള്ള അവസരം BJPക്ക് വന്നില്ല, അല്ലെങ്കിൽ അതിന് അവസരം കൊടുത്തില്ല ഈ ജില്ല എന്നതുകൂടിയും ശ്രദ്ധേയമാണ്. ശരിക്കും ഒരു ലളിത രാഷ്ട്രീയ ഭൂപടമല്ല ഈ കാസർഗോഡിൻ്റെത്. ഉദുമയും കാഞ്ഞങ്ങാടും തൃക്കരിപ്പൂരും ഒക്കെ ഇടതിന് അതിശക്തമായ വേരോട്ടമുള്ള മണ്ഡലമാണ്. കാസർഗോഡിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കാസർഗോഡ് UDF-ന് ശക്തമായ അടിത്തറയുള്ള മണ്ഡലം, അതേപോലെ ലീഗിന്റെ അതിശക്തമായ സാന്നിധ്യമുണ്ട്. വെറും 89 വോട്ടിന് K. സുരേന്ദ്രൻ പരാജയപ്പെട്ട മണ്ഡലം കൂടിയാണിത്. ഒറ്റ വോട്ട് പോലും ഒരുപക്ഷെ നിർണായക സ്വാധീനമാകാൻ ശേഷിയുള്ള സ്ഥലമാണ് കാസർഗോഡ്, അല്ലേ? 3000 രൂപ പെൻഷൻ ആക്കുമെന്നുള്ളതാണ്. പക്ഷെ അത് എത്രമാത്രം പ്രായോഗികമാക്കാൻ വേണ്ടി നിലവിലെ UDF-ന് പറ്റും? കാരണം 600 രൂപ ഉണ്ടായത് തന്നെ 18 മാസത്തോളം കൊടുത്തു തീർക്കാൻ വേണ്ടി കഴിഞ്ഞില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. BJP പല രീതിയിലുള്ള വർഗീയ കാർഡ്, ഒരു ഭാഗത്ത് പണക്കൊഴുപ്പൊക്കെ ഉണ്ടെങ്കിലും അത് കൃത്യമായി ഏകീകരണം നടക്കും, നേതൃത്വം വിജയിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു BJP ഉറപ്പാണ്. BJP വരില്ല. ഈ BJP പ്രവർത്തകരൊക്കെ പറയുന്നത് തെക്കും വടക്കും, അതായത് നേമത്തും മഞ്ചേശ്വരത്തും ഓരോ താമര വിരിയും. അവരുടെ ധാരണ മാത്രമാണ്. കേരളം BJP കണ്ടിരുമ്പോ അങ്ങനെ പനിക്കൊന്നും വേണ്ട. ഇപ്പൊ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ചെറുത്തൂർ തന്നെ സ്റ്റേ കൊണ്ട് ഏകദേശം 130-140 ദിവസങ്ങളായി അവിടെ പണി നടക്കുന്നില്ല. അപ്പൊ ഇങ്ങനെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതിൽ എന്താണ് അർത്ഥം? ഉറപ്പല്ലേ? താമര വിരിയാനുള്ള സാധ്യത ഉണ്ട്. ആണോ? എവിടേക്കാന്ന് ഒരു ഉറപ്പ് പറയാൻ പറ്റും. നിങ്ങളുടെ ജില്ലയിൽ ഉണ്ടാവോ? കാസർഗോഡ് ഉണ്ടാവും. കാസർഗോഡ് എന്തായാലും ഉണ്ടാവും. ഇവിടെ BJP ഫാക്ടർ എന്ന് വെറും ഒരു സാന്നിധ്യമല്ല, സ്വാഭാവികമാണ്. അതുകൊണ്ട് തന്നെ ഒരു ഗെയിം ചേഞ്ചർ പൊട്ടൻഷ്യൽ ഉള്ള BJP കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അംഗക്കളരിയാക്കി കാസർഗോഡിനെ മാറ്റിയിട്ടുണ്ട്. അത് ദേശീയ ശ്രദ്ധ അതിനനുസരിച്ച് അതിന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതൊരു വെറും സിമ്പിൾ പൊളിറ്റിക്കൽ മാപ്പല്ല കാസർഗോഡിൻ്റെത് എന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് മഞ്ചേശ്വരത്ത് ഇത്തവണത്തെ തീ പാറുന്ന ത്രികോണ പോരാട്ടം. അതുപോലെ തന്നെ ഇടതുപക്ഷത്തിന്റെ സ്വാധീനം. ഇടതുപക്ഷം എന്നുള്ളത് ഒരു പാർട്ടി ഘടനയ്ക്കപ്പുറം പാരമ്പര്യ തുടർച്ച പോലെ കാത്തുസൂക്ഷിക്കുന്ന മണ്ഡലങ്ങളാണ് ഉദുമയും തൃക്കരിപ്പൂരും ഒക്കെ തന്നെ. അതേപോലെ തന്നെ UDF-ന്റെ ഉറച്ച സാമൂഹിക സ്വാധീനം ഇവിടെയുണ്ട്. അതേപോലെ ഒരു ഗെയിം ചേഞ്ചർ ആകാൻ ലിജോ പറഞ്ഞതുപോലെ തന്നെ എന്നേ പൊട്ടൻഷ്യൽ നേടിക്കഴിഞ്ഞ BJP, ഇതെല്ലാം കൂടി ചേർന്നാണ് ഈ കാസർഗോഡ് ജില്ലയെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് കളമാക്കി മാറ്റുന്നത്. സമാനതകളില്ലാത്ത ഒരു പ്രവർത്തനമല്ലേ വയനാട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരള ഗവൺമെന്റ് നടത്തിയത്. ഇവർ ചെയ്ത പണി എന്താ? 150 കോടി രൂപ പിരിച്ചിട്ട്
5 കോടി രൂപ കണക്കും കാണിച്ചു, ഒരു വീട് പോലും നിർമ്മിച്ചു കൊടുത്തില്ല. പിന്നെ റോഡ് ഈ 15 കൊല്ലം വരെ ഇതേ റോഡ് തന്നെയാണ്. ഇതൊരു വികസനമില്ല. പിന്നെ തെരുവിൽ ലൈറ്റുകളില്ല. പിന്നെ തെരുവ് ലൈറ്റുകൾ, പിന്നെ റോഡുകളിൽ ഈ നടന്നു പോകുന്ന മറ്റേ സീബ്ര ലൈൻ ഇല്ല. പിന്നെ ഫുട്പാത്തിൽ മുമ്പ് സിഗ്നൽ ഉണ്ടായിട്ട് ഒരു 1.5 മാസം മുമ്പ് 1.5 കൊല്ലം മുമ്പ് ലൈറ്റ് സിഗ്നൽ ഉണ്ടായിരുന്നു, ട്രാഫിക് സിഗ്നൽ. അപകടങ്ങൾ നിത്യ അപകടം കൂടുന്നതാണ്. പിന്നെ ഓരോ ഡിവൈഡുകളിൽ ഈ ഫ്ലാഷ് ലൈറ്റ് ഇല്ല. മഞ്ചേശ്വരത്ത് കാസർഗോഡൊക്കെ BJP ജയിക്കൂ? ജയിക്കില്ല. മത്സരം ടൈറ്റായി. സർക്കാരിൽ ഇപ്പൊ പല പ്രശ്നങ്ങളും ഉണ്ട്. ഈ 10 വർഷം ഇവർ ഭരിച്ചതിൽ എന്തൊക്കെയാണ് ഇപ്പൊ ചെയ്തിട്ട് വെച്ചിട്ടുള്ളത്? പല കാര്യങ്ങളും അവർ ചെയ്തിട്ടുണ്ട്, ഇല്ലാന്ന് പറയുന്നില്ല. പക്ഷെ എന്നാലും ബുദ്ധിമുട്ടാണ്. LDF UDF എന്നാണ് കേരളത്തിൽ സാധാരണ ഉണ്ടാവില്ലേ. കാസർഗോഡ് എന്താ അവസ്ഥ? കാസർഗോഡത്തെ അവസ്ഥ ഇപ്രാവശ്യം താമര വിരിയുന്ന ഒരു പ്രതീക്ഷയുണ്ട്. താമര വിരിയും? എവിടേക്ക് വിരിയാൻ പോണേ? മഞ്ചേശ്വരത്തും കാസർഗോഡും താമര വിരിയാൻ പ്രതീക്ഷയുണ്ട്. കേരളത്തിൽ ആകെ എത്ര താമര വിരിയും? കേരളത്തിൽ ഒരു 5 കിട്ടാൻ ചാൻസ് ഉണ്ട്. കാരണം വെച്ചാല് നരേന്ദ്രമോദിയുടെ ഭരണ നേട്ടങ്ങൾ കേരളത്തിൽ അലയടിക്കുന്നുള്ളത് ഉറപ്പാണ്. മഞ്ചേശ്വരത്തെ സാഹചര്യം എന്താ പറയാൻ പറ്റില്ല. കടുത്ത മത്സരമാണ്. അവിടെ BJP വിജയിക്കുമെന്ന വലിയൊരു പ്രചാരണമുണ്ട്. കുറവാണ്, സാധ്യത കുറവാണ് എന്റെ അഭിപ്രായത്തിൽ. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ എടുത്തു നോക്കുമ്പോൾ മണ്ഡലം വൈസ് നമ്മളെ BJPന്റെ വോട്ട് എണ്ണി നോക്കുമ്പോൾ കുറെ മണ്ഡലത്തിൽ മുന്നിൽ നിൽക്കുന്നുണ്ട്. അപ്പൊ അതൊരു പ്രതീക്ഷയായിട്ട് എന്തായാലും താമര വിരിയുന്നില്ല പ്രതീക്ഷയോടെ. കാസർഗോഡ് മഞ്ചേശ്വരം വിരിയുമെന്നാണ് വിരിയുന്നതാണ്. ഒരു 15 വർഷം ഇവിടെ CPM-ന്റെ MLA ഉണ്ടായിരുന്നു. 5 വർഷം മന്ത്രിയും 10 വർഷം MLA. ഒരു വികസനവും ഇല്ല. അത് കാസർഗോഡ് ജില്ല അപ്പാടെ പിടിക്കുമെന്നാണ് പറയുന്നത്. കാസർഗോഡ് മൊത്തം പിടിക്കും. BJPയുടെ ശക്തമായ പ്രാതിനിധ്യം നിയമസഭയിൽ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. നിയമസഭയിൽ ഉണ്ടാവും. ശക്തമായ പ്രാതിനിധ്യം എന്തായാലും ഇപ്രാവശ്യം BJP കേരളത്തിലുണ്ടാവും. ഇലക്ഷൻ കല്യാണം. അപ്പൊ ശരി, ഓൾ ദി ബെസ്റ്റ്. വിവാഹ മംഗളാശംസകൾ. 14 ജില്ലകളിലെയും 100 കണക്കിന് വോട്ടർമാരെ ഈ യാത്രക്കിടയിൽ ബാലറ്റ് റൈഡർ എന്ന നമ്മൾ കണ്ടു എന്നുള്ളതാണ് രസകരമായ കാര്യം. പലതരം മനുഷ്യരും അവരവരുടെ രാഷ്ട്രീയ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു. ഈ യാത്രക്കിടയിൽ പല ജില്ലകളിലും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിലെ ആളുകളെയും കണ്ടു. അവരും അവരുടെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ കണ്ടു, ബംഗാളിൽ നിന്നുള്ള ആളുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ പല ആളുകൾ അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞത്, ആ അഭിപ്രായങ്ങളും നമ്മൾ ബാലറ്റ് റൈഡിലൂടെ നൽകിയിട്ടുണ്ട്. അപ്പൊ ഏതാണ്ട് എന്താണ് നടന്നത് എന്ന് ഏകദേശ ധാരണ ഈ മറ്റ് മുൻ എപ്പിസോഡുകൾ കണ്ട ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് നമ്മൾ കരുതുന്നത്. അതെ, ഈ എപ്പിസോഡുകളിലൊക്കെ തന്നെ ഈ 14 എടുത്ത് സംസാരിച്ചപ്പോഴും അഭിപ്രായങ്ങളിൽ ഒരു ആനുപാതിക പ്രാതിനിധ്യം ഞങ്ങൾ ഉറപ്പുവരുത്തിയിരുന്നു. ഏതായാലും ഈ 14 ജില്ലകളിലും കൂടി ഒരുപാട് മനുഷ്യരെ കണ്ട അനുഭവത്തിൽ നിന്ന് ഞങ്ങൾക്ക് തോന്നുന്നത് ഒരു വലിയ ഭരണവിരുദ്ധ വികാരമൊന്നും കേരളത്തിൽ ഏതായാലും നിലനിൽക്കുന്നില്ല. പക്ഷെ ഒരു ലെവൽ പ്ലേയിങ് ഗ്രൗണ്ടിൽ തീപ്പാറുന്ന മത്സരമായിരിക്കും നടക്കാൻ പോകുന്നതെന്നാണ്. ചിലയിടങ്ങളിലെങ്കിലും താമര വിരിയാനും വിരിയാതിരിക്കാനും സാധ്യതയുണ്ട്. ഏതായാലും ബാലറ്റ് റൈഡർ ഇവിടെ ചുരുക്കുകയാണ്. ഒപ്പം സഞ്ചരിച്ച എല്ലാവർക്കും നന്ദി.